ഡോക്ടർ, ഇതിൽ കുറെ പേഷ്യൻസിനെ 2 ടൈംസ് ബ്രഷ് ചെയ്തിട്ടും അവർക്ക് എന്താ ഡെന്റൽ കാരീസ് കാണുന്നേ? അതെന്താന്ന് വെച്ചാല് ഡെയിലി എല്ലാവരും ബ്രഷ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ശരിക്കും എങ്ങനെ ബ്രഷ് ചെയ്യേണ്ടതെന്നുള്ള അറിയാതാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബ്രഷിങ് ടെക്നിക്ക് വന്നിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് എപ്പോഴും നമ്മൾ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ബ്രഷ് അതിൻ്റെ ബ്രിസിൽസ് അതിൻ്റെ നാരുകൾ വെക്കുമ്പോൾ മോണയും ടൂത്തും ആയിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളാണ് നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്ക് ഓഫ് ടൂത്ത് ഒരു സൈഡിൻ്റെ ബാക്ക് ഓഫ് ടൂത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എപ്പോഴും എൻഡ് ചെയ്യുമ്പോൾ അതർ സൈഡിൽ ബാക്കിൽ എൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതൊരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ബ്രഷ് ഇങ്ങനെ 45 ഡിഗ്രിയിൽ വെച്ചിട്ട് ചെറിയ സർക്കുലർ മോഷനായിട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ സ്വൈപ്പ് ചെയ്യുന്ന പോലെ ഡൗൺവേർഡ്സ് മോഷൻ കൊടുക്കുക. അപ്പോഴാണ് ഫുൾ ക്ലീൻ ആവുക. ഇതൊക്കെ നമ്മളിങ്ങനെ പുറം ഭാഗം മാത്രമാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഈ എൻഡ് വരെ ക്ലീൻ ചെയ്യാം. പിന്നെ ഉൾവശം നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്യാം. ഇതേപോലെ ചവയ്ക്കുന്ന ഭാഗവും അതേപോലെ ഈ ഉൾവശം ഇതേപോലെ സർക്കുലർ മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് സ്വൈപ്പ് ചെയ്യുന്ന പോലെ ഡൗൺവേർഡ്സ് മോഷൻ കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അന്നന്നുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ബ്രഷിങ് ചെയ്യുന്നത്. അതിന് നല്ല തേച്ച് ചമർത്തി ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് സർവൈക്കൽ ലബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനൊക്കെ വരിക. അതായത് ചെറിയ കട്ട്സ് പോലെ നമ്മുടെ പല്ലിൻ്റെ മോണയോട് അടുത്തുള്ള ഭാഗത്ത് ചെറിയ കട്ട്സ് ആയിട്ട് കാണും. പിന്നെ പുളിപ്പാവും, പിന്നെ അത് അടച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി.